കൺസ്യൂമർ ഫെഡ് എല്ലാ ജില്ലയിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കും. ഇതിനായി സർക്കാർ 1.34 കോടി രൂപ അനുവദിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറച്ച് വിതരണം ചെയ്യാൻ സബ്സിഡി തുക ഉപയോഗിക്കും. വിശദാംശങ്ങളുമായി വി.എ. ഗിരീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഇത്തവണ സപ്ലൈകോയുടെ പ്രത്യേക ക്രിസ്മസ് വിപണികൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ സബ്സിഡി വിഭാഗത്തിൽ വില കുറച്ച് വിൽക്കാനായി സാധനങ്ങൾ വിതരണം ചെയ്യാൻ 1.34 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ധനകാര്യ വകുപ്പെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. ഇത്തവണ കൺസ്യൂമർ ഫെഡ് എല്ലാ ജില്ലകളിലും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആരംഭിക്കും. വില കുറച്ച് അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രിസ്മസ് പുതുവത്സര ചന്തകൾ. ഇതിനായി 1.34 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി വി.എ. ഗിരീഷ് ചേരുകയാണ്. ഗിരീഷ്, 1.34 കോടി രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു. ഇത് വിലക്കുറച്ച് അവശ്യ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്നാൽ സപ്ലൈകോയുടെ പ്രത്യേക വിപണികൾ ഉണ്ടായിരിക്കില്ല, അത് തന്നെയല്ലേ? ക്രിസ്റ്റിന, ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ അനുസരിച്ച് കൺസ്യൂമർ ഫെഡ് മാത്രമായിരിക്കും ക്രിസ്മസ് പുതുവത്സര ചന്തകൾ തുറക്കുക. ഇതിനായിട്ടാണ് ഇപ്പോൾ സർക്കാർ ധനസഹായം അനുവദിച്ചിരിക്കുന്നത്. 1,34,00,000 രൂപയാണ് കൺസ്യൂമർ ഫെഡിന് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് തന്നെ സബ്സിഡി തുക ഉപയോഗിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറച്ച് വിതരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സർക്കാരിന്റെ അവകാശവാദം. ഉത്സവകാല വിപണി ഇടപെടലിനായി 75 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഉത്സവകാല വിൽപ്പനയ്ക്ക് ശേഷം സബ്സിഡി തുക അനുവദിക്കുന്നതാണ് രീതി. എന്നാൽ ഇത്തവണ മുൻകൂറായി തന്നെ കൺസ്യൂമർ ഫെഡിന് തുക അനുവദിച്ചു എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും കൺസ്യൂമർ ഫെഡിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇത്തരം പുതുവത്സര വിപണികൾ നടത്തുന്നത് സപ്ലൈകോയാണ്. 13 സാധനങ്ങൾ വിലക്കുറച്ച് നൽകുന്നത്. എന്നാൽ ഇത്തവണ സപ്ലൈകോയ്ക്ക് ഇത്തരത്തിൽ ഉത്സവ ചന്തകൾ നടത്തുന്നതിനുള്ള സാഹചര്യമില്ലാത്ത വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെയാണ് സപ്ലൈകോ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സപ്ലൈകോയുടെ ചന്തകൾ ഉണ്ടാകില്ല എന്നും തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വി.എ. ഗിരീഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.